എല്ലാവർക്കും നമസ്കാരം. കോർപ്പറേറ്റീവ് ബാങ്കുകളുടെ പ്രവർത്തന രീതി എങ്ങനെയാണ് നമുക്ക് വളരെ ലളിതമായിട്ട് ഒന്ന് ചിന്തിക്കാം. ഒരു തുക വെച്ച് നമുക്കതിൻ്റെ കണക്കുകളൊക്കെ എടുത്തു പോകാം. ഇപ്പോൾ ഒരു ബാങ്കിൽ 50 കോടി രൂപ നിക്ഷേപമുണ്ടെന്ന് നമുക്കങ്ങ് വിചാരിക്കാം. 50 കോടി രൂപ നിക്ഷേപമുണ്ട്. ഈ നിക്ഷേപം മുഴുവൻ മേടിച്ചിരിക്കുന്നത് ഏതാണ്ട് 8% പലിശയ്ക്കാണ്. നിക്ഷേപിക്കുന്ന ആളുകൾക്ക് 8% പലിശ കൊടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ വ്യവസ്ഥ. ഇതിൻ്റെ 80%, അതായത് 40 കോടി രൂപ ഇവർ ലോൺ കൊടുത്തിരിക്കണം. അതതിൻ്റെ വ്യവസ്ഥയാണ്. ഈ 50-നകത്ത് 50 കോടിയുടെ 80% എന്ന 40 കോടി ഇവർ 11% ലോൺ കൊടുക്കും. ലോൺ കൊടുക്കുന്നതിനകത്ത് കൂടുതൽ റോള് പണ്ട് കാലങ്ങളിൽ ബോർഡ് മെമ്പർമാർക്കായിരുന്നു. അവരാ തീരുമാനിക്കുന്ന ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊക്കെ. അപ്പോൾ ഈ 40 കോടി കൊടുക്കുന്നത് 11% പലിശയ്ക്കാണ്. ഈ 11% പലിശയ്ക്ക് കൊടുത്ത് കൃത്യമായിട്ട് അടച്ചാൽ ഈ നിക്ഷേപകന് കൊടുക്കുന്ന 8%-വും ഈ 11%-വും തമ്മിലുള്ള വ്യത്യാസം 3% പൈസ പലിശ ബാങ്കിന് കിട്ടും. ബാങ്കിൻ്റെ ചിലവെന്ന് പറഞ്ഞാൽ കെട്ടിടം സ്വന്തം ഉണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ടിൻ്റെ ഒരു പലിശ ഉണ്ടാവാം. അല്ലെങ്കിൽ സ്വന്തം കെട്ടിടം ലോണെ തന്നെ പണിതിട്ടുണ്ട്, അതിൻ്റെ EMI-കളുണ്ട്. ഇനി വാടക കെട്ടിടമാണെങ്കിൽ വാടകയുണ്ട്, കറണ്ടിൻ്റെ ചിലവുണ്ട്, ഫോണിൻ്റെ ചിലവുണ്ട്, നെറ്റിൻ്റെ ചിലവുണ്ട്, മറ്റ് സ്റ്റേഷനറി ചിലവുകളുണ്ട്. ഈ ബാങ്കിലെ സകല ചിലവുകൾ കൂടെ ആകെ ബാങ്കിന് കിട്ടാനുള്ളത് ഈ 3% പലിശയാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചു തന്നപ്പോൾ പല നല്ല ബാങ്കിലെ സെക്രട്ടറിമാരും പറഞ്ഞു ആ 3% പലിശ കൊണ്ട് ഇത് നടക്കില്ല. ഈ 40 കോടി ലോൺ കൊടുത്തിട്ട് ഈ 10 കോടി ബാങ്ക് വെച്ചേക്കുമല്ല, ഈ 10 കോടിയിൽ ഒരു കുറച്ച് പൈസ ഇവിടെ വെച്ചിട്ട് ബാക്കി ഇവർ ജില്ലാ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കും. ഇപ്പോഴത്തെ രീതി പറഞ്ഞാൽ കെ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കും. അങ്ങനെ നിക്ഷേപിച്ച് കഴിയുമ്പം ഈ നിക്ഷേപകന് കൊടുക്കുന്ന പലിശ അത് ആ കെ ബാങ്ക് ഇവർക്ക് കൊടുക്കും, ജില്ലാ ബാങ്ക് ഇവർക്ക് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് നിക്ഷേപകന് കൊടുക്കുന്ന പൈസ ഇവരുണ്ടാക്കാൻ പോകണ്ട. അപ്പോൾ ഈ 3%, 40 കോടിയുടെ ഈ 3% പലിശ കൊണ്ട് ഈ ലോണും ഇതും തമ്മിലുള്ള വ്യത്യാസപ്പെട്ട് വരുന്ന 3% പലിശ കൊണ്ട് ഈ ബാങ്ക് നടക്കില്ല. അപ്പോൾ പിന്നെ എന്ത് ചോദിക്കുന്നത് വെച്ചപ്പോൾ അവർ പറഞ്ഞു ചിട്ടി നടത്തി അതിൻ്റെ കമ്മീഷനൊക്കെ മേടിച്ച് കാര്യങ്ങൾ നടത്താം, ചിട്ടികൾ നടത്തി. അല്ലെങ്കിൽ പിന്നെ സ്വർണ്ണപ്പണയം കൊടുത്ത് ഔത്തെന്നൊക്കെ ചെറിയ വ്യത്യാസം, എന്നാലും സ്വർണ്ണപ്പണയം എടുത്താലും ഈ 3% അല്ല കിട്ടുള്ളൂ. അത് പിന്നെയുള്ളത് ചില കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, കർഷക ആവശ്യങ്ങൾക്കുള്ള കടകൾ, ചിലർ പലചരക്ക് കടകൾ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തിയാലേ ഇത് നിലനിർത്താൻ പറ്റുള്ളൂ. അങ്ങനെ ചിട്ടി നടത്തിയും കടകൾ നടത്തിയും ചെറിയ ചെറിയ സ്റ്റേഷനറി പോലുള്ള സംവിധാനം എല്ലാം കൂടെ നടത്തിയാലേ ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിൻ്റെ പ്രവർത്തന രീതി. ഇതിനകത്ത് ആരെങ്കിലും ഒരു ചെറിയ വീഴ്ച വരുത്തിയാൽ, ഇപ്പം ലോൺ എടുക്കുന്നവൻ കൃത്യമായി തിരിച്ചടയ്ക്കാൻ പറ്റാതെ വന്നാലും നിക്ഷേപകൻ്റെ പലിശ വേണം. ഇന്ന് വരെ ഇന്ത്യയിൽ ഒരു കോപ്പറേറ്റീവ് ബാങ്കുകളും നിക്ഷേപകൻ്റെ പലിശ ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് ആർക്കും കൊടുക്കാതിരുന്നതായിട്ടോ അവധി പറഞ്ഞതായിട്ടോ നാളെ വരാൻ പറഞ്ഞതായിട്ടോ ഒന്നും നമ്മളാരും കേട്ടിട്ടില്ല. പിന്നെ വലിയ എമൗണ്ട് എടുക്കണേ ചിലപ്പം ജില്ലാ ബാങ്കിൽ പോയി അത് കൊണ്ടുവരാനുള്ള ഒരു സമയമൊക്കെ ചിലപ്പോൾ ചില ബാങ്കുകൾ, അത് ഈ കോപ്പറേറ്റീവ് ബാങ്കുകളുമായിട്ട് പൊതുവേ ആളുകൾക്ക് വ്യക്തിപരമായ ബന്ധമുള്ളതുകൊണ്ട് അതൊന്നും ഒരു പരാതിയായിട്ട് വന്നിട്ടുമില്ല. വലിയ എമൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ തലേദിവസമൊക്കെ ചെന്ന് പറയുമായിരിക്കും, അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് എനിക്ക് ഇന്ന പോലെ ആവശ്യമുണ്ട്, അന്നേരത്തിന് എനിക്ക് 2 ദിവസം കഴിയുമ്പോൾ ഇന്നത് വേണമെന്നൊക്കെ പറയുമായിരിക്കും. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ ബാങ്കിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇത്രേ ഉള്ളൂ. ജനത്തിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ച ഇത്രയും പണത്തിൽ 80% ഇച്ചിരി കൂടിയ ഒരു പലിശയ്ക്ക് ഒരു 2-3% കൂടി അവർക്ക് കൊടുക്കുന്നു. അവരത് കൃത്യമായിട്ട് അടയ്ക്കുമെന്ന് കണക്കൂട്ടി അവർക്ക് കൊടുത്തിട്ട് അവരത് കൃത്യമായിട്ട് അടച്ചാൽ അതിനകത്തുനിന്ന് കിട്ടുന്ന ചെറിയ ഒരു പലിശയും ചിട്ടിയോ കടകളോ ഒക്കെ നടത്തി കഴിഞ്ഞ ശേഷം കിട്ടുന്ന ചെറിയൊരു കമ്മീഷനും ഇതെല്ലാം കൂടെ ചേർന്നാണ് ഈ ബാങ്കിൻ്റെ വാടക, അല്ലെ വാടകയ്ക്ക് തുല്യമായൊരു തുക, കറണ്ട് കാശ്, നെറ്റ് കാശ്, ഫോൺ കാശ്, ചായയോ വെള്ളമോ അങ്ങനെയുള്ള ചിലവുകളുണ്ട്, അത് സ്റ്റാഫിൻ്റെ ശമ്പളം, അവർക്ക് ആവശ്യമായ സ്റ്റേഷനറി വ്യവസ്ഥകളെല്ലാം കൂടി എടുക്കുന്നത് ഇതിനകത്തു നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോക്കകത്ത് ഞാൻ പൊതുജനത്തോട് പറയട്ടെ,
ഈ ബാങ്ക് സ്റ്റാഫ് ഇതിനകത്ത് അതുങ്ങൾ സാധുക്കളാണ്. അവരനുഭവിക്കുന്ന പീഡ എന്താണെന്ന്, അവരനുഭവിക്കുന്ന ടെൻഷൻ എന്താണെന്ന്, അവരനുഭവിക്കുന്ന പ്രഷർ എന്താണെന്ന് പൊതുജനം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. നിക്ഷേപിച്ചതും പൊതുജനം, ലോൺ എടുത്തതും പൊതുജനം. ഈ സാധുക്കൾ ഇതിൻ്റെ ഇടയ്ക്ക് നിന്നൊന്ന് പണിയെടുത്തതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പൊതുജനത്തോട് പറയുന്നു, ബാങ്ക് പൊട്ടിയെന്നും പറഞ്ഞ് നിങ്ങൾ സ്റ്റാഫുകളെ കൈകാര്യം ചെയ്യരുത്, കയ്യേറ്റം ചെയ്യരുത് എന്ന് മാത്രമല്ല, അവരോട് മുഷിഞ്ഞൊരു വാക്ക് പോലും പറയരുത്. അവരുടെ പ്രഷർ അവരാരോട് പറയും? ഇപ്പോൾ മനസ്സിലാകുന്നത് അവരുടെ ശമ്പളം പോലും അതുങ്ങൾ സ്വയമായിട്ട് വെട്ടിക്കുറച്ചാണ് ഇപ്പം നിൽക്കുന്നതെന്നാണ്. അതുകൊണ്ട് ഈ ഭീകരമായ സാഹചര്യത്തിൽ ബാങ്കിൻ്റെ പ്രവർത്തന രീതി ഇതാണ്, ഇതിനനുസരിച്ച് നമ്മൾ സഹകരിച്ചേ മതിയാകൂ എന്നപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.